നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. വനിതാ സംവരണ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ്. പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി. രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശ്രമമെന്നും ഇതിനായി സ്ത്രീകളെ മറയാക്കുന്നുവെന്നും ലോക്സഭയിൽ രാഹുൽ ഗാന്ധി. മോദി ജാലവിദ്യക്കാരനെന്നും വിമർശിച്ചതിൽ ബഹളം വെച്ച് ഭരണപക്ഷം. അതൃപ്തി രേഖപ്പെടുത്തി സ്പീക്കർ. ഇരട്ട പൗരത്വ വിവാദത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശം. ഉത്തർപ്രദേശ് പോലീസോ കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നും നിർദ്ദേശം. നടപടി BJP പ്രവർത്തകന്റെ ബ്രിട്ടീഷ് പൗരത്വം ആരോപിച്ചുള്ള ഹർജിയിൽ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രതികരണത്തിന് ഹൈക്കമാൻഡിന്റെ കർശന വിലക്ക്. ഫലം വരുന്നതുവരെ ചർച്ചകൾ പാടില്ലെന്ന് നേതൃത്വം. ഹൈക്കമാൻഡ് നേതാക്കളെ കാണാൻ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. സന്ദർശനം കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടല്ല എന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രി പദവിയിൽ പക്ഷം പിടിക്കില്ലെന്ന് മുസ്ലിം ലീഗ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തനത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചെന്ന് റിപ്പോർട്ട്. സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കാണണമെന്ന് സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. വയനാട്, ഇടുക്കി ജില്ലയിൽ ഒഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും താപനില ഉയരും. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ KSEB ഉന്നതതല യോഗം തുടരുന്നു. വനിതാ സംവരണ ബില്ലിൽ ചർച്ചയ്ക്ക് ശേഷം ലോക്സഭയിൽ വോട്ടെടുപ്പ് നടത്തും. ശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ നടന്നത്. ബിൽ നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. രാജ്യവിരുദ്ധ നീക്കം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശ്രമമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സ്ത്രീകളെ മറയാക്കുന്നുവെന്നും പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും രാഹുൽ ആരോപിച്ചു. The first truth is that this is not a women's bill. This is nothing to do with the empowerment of women. There is a women's bill. It was passed in 2023 in this house itself. And my friends and teachers in the BJP said that it will be implemented in 10 years' time. That is the women's bill. This is an attempt to change the electoral map of India, using and hiding behind India's women. And actually it is a shameful act. Because instead of giving them women's reservation, which is very easy to do, and every single opposition person will support it right now, bring that old bill back right now, and we will help you pass it for implementation from this second. Now, ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാൻ. ജിഷ്ണു, ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് പാർലമെന്റിൽ കണ്ടത്. ഒപ്പം തന്നെ ഈ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും ശക്തമായ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടും പ്രതിഷേധം പാർലമെന്റിൽ ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? വിശദാംശങ്ങൾ. പാർലമെന്റിൽ ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലിന്മേലുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ ചർച്ചയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയം അവസാനിച്ചിട്ടുണ്ട്. 4 മണിയോടുകൂടി വോട്ടെടുപ്പ് നടത്താം എന്നുള്ളതായിരുന്നു സ്പീക്കർ ഓം ബിർള നേരത്തെ അറിയിച്ചത്. പക്ഷേ എല്ലാ അംഗങ്ങൾക്കും സമയം നൽകണം എന്ന വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്പീക്കർ നേരത്തെ സമയം നീട്ടി നൽകിയത്. ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പിനുള്ള നടപടികൾ ആരംഭിക്കും. ഈ വനിതാ സംവരണ ബില്ല് അത് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം മാത്രമല്ല, മറിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന അംഗങ്ങളിൽ 3/2 ഭൂരിപക്ഷം ബില്ല് പാസ്സാക്കുന്നതിന് അനിവാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വനിതാ സംവരണ ബില്ല് ലോക്സഭ കടക്കുമോ എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ്. എല്ലാ അംഗങ്ങളോടും ഈ ബില്ലിനൊപ്പം നിൽക്കണം എന്നുള്ളത് ഈ ഒരു പാർലമെന്റിലേക്ക് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണെന്നും ബില്ലിനെ അനുകൂലിച്ച് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ്
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കടുത്ത അതൃപ്തിയും എതിർപ്പും അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇത് രാജ്യദ്രോഹ നടപടിയാണെന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വനിതകളെ മറയാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ അംഗങ്ങളെ വെച്ചുകൊണ്ട് തന്നെ, അതായത് മണ്ഡല പുനർനിർണയം നടത്താതെ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കണം. അതിന് പ്രതിപക്ഷം തയ്യാറാണ്. പക്ഷേ വനിതാ സംവരണത്തോടൊപ്പം മണ്ഡല പുനർനിർണയം എന്ന അജണ്ട കൊണ്ടുവന്നുകൊണ്ട് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ലോക്സഭയിലൂടെ നടപ്പാക്കാൻ, പാർലമെന്റിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ശക്തമായി എതിർക്കുമെന്നാണ് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ചർച്ച പുരോഗമിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വോട്ടെടുപ്പ്. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒപ്പം JPC-യിലേക്ക് ഈ ബില്ല് വിടണമോ എന്നുള്ള കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. സ്ത്രീ സംവരണ ബില്ലിനെക്കുറിച്ച് പറഞ്ഞ് BJP പരിഹാസ്യമായ നാടകം കളിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത്തരം നാടകം ഇന്ത്യ മുമ്പ് കണ്ടിട്ടില്ല. ഈ നാടകത്തിൽ മോദിക്കോ BJPക്കോ ലെവലേശം ആത്മാർത്ഥതയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. BJP ആ നിയമത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് പരിഹാസ്യമായ നാടകം കളിക്കുകയാണ്. ഇത്തരം നാടകങ്ങൾ ഇന്ത്യ ഇതുപോലെ കണ്ടിട്ടില്ല മുമ്പ് ഒരിക്കലും. സ്ത്രീകളെയെല്ലാം പാട്ടിലാക്കാൻ വേണ്ടി സ്ത്രീ രക്ഷയുടെയും സ്ത്രീ അവകാശങ്ങളുടെയും എല്ലാം കഥ പറഞ്ഞുകൊണ്ടൊരു പാർട്ടി കളിക്കുന്ന നാടകമാണ്. ഈ നാടകത്തിൽ BJPക്കോ മോദിക്കോ ലവലേശം ആത്മാർത്ഥതയില്ല. വഞ്ചനയാണ്, തട്ടിപ്പാണ്, സ്ത്രീ വിരോധമാണ് BJP നയിക്കുന്നത്. 2023 ഒരു ബില്ല് പാസ്സാക്കി, ഇതുപോലത്തെ ഒരു ബില്ല്. പക്ഷേ ആ ബില്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല. ഈ ബില്ല് സഭയിൽ ചർച്ചക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടിയ അന്ന് വീണ്ടും പറയുന്നു ആ ബില്ലിൻ്റെ ഇത്രയും വൈകിയ നോട്ടിഫിക്കേഷൻ ഇതാ പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രീയ നെറികാടിൻ്റെയും ഗൂഢനീക്കത്തിൻ്റെയും പാർട്ടിയാണോ BJP? ഇരട്ട പൗരത്വമുണ്ടെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. അന്വേഷണം നടത്തണമെന്ന് അലഹബാദ് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ലഖ്നൌ ബെഞ്ചാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിഷയം സ്വയം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് കൈമാറുകയോ ചെയ്യണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ഇരട്ട പൗരത്വത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലഖ്നൌവിലെ പ്രത്യേക MP-MLA കോടതിയിൽ BJP പ്രവർത്തകനായ വിഘ്നേഷ് ശശിധർ എന്ന ആളാണ് ഹർജി നൽകിയത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിലൊഴികെ മറ്റ് 12 ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കും. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി വരെ ഉയരും. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, തൃത്താല, പൊന്നാനി എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന നിലയിലാണ്. ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 11.34 കോടി യൂണിറ്റായി ഉയർന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന ഉപഭോഗമാണിത്. ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിൽ വൈദ്യുതി പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ KCB ഉന്നതതല യോഗം ചേരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് പ്രവർത്തനരഹിതമായ ICU അടുത്ത ആഴ്ച മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. ട്രോമാ കെയറിന്റെ പ്രവർത്തനം ചൊവ്വാഴ്ച ആരംഭിക്കും. സർജിക്കൽ ICUവിന്റെ പ്രവർത്തനവും അടുത്ത ആഴ്ച ആരംഭിക്കാനാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിളിച്ച യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. മുഖ്യമന്ത്രി ചർച്ചകൾ സ്വാഭാവികമാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള മുഖ്യമന്ത്രി ചർച്ചയിൽ അത്ഭുതമൊന്നുമില്ല എന്നും K. സുധാകരൻ. തീരുമാനമെടുക്കുന്നതുവരെ ചർച്ചയുണ്ടാകും. കോൺഗ്രസിന്റെ രീതി ഇതുതന്നെയാണ്. ചർച്ച ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. MP-മാർ മത്സരിക്കാതിരിക്കാൻ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത് ഫലം വന്ന് ചർച്ച നടത്തുന്നവരുണ്ട്, ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തുന്നവരുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അതിനൊരു വഴിയുണ്ട്, അതിനൊരു തിങ്കിങ്. പക്ഷെ പാർട്ടിക്ക് ഇതിനൊരു രീതിയും ചട്ടങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ചർച്ച അനവസരത്തിലാണെന്നാണ് MK രാഘവൻ പ്രതികരിച്ചത്. അല്ല, അത് ഓരോരോ ആൾക്കും ഓരോരാളുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരത് പറയും. ആ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് സ്വീകരിക്കും. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച അനവസരത്തിലാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. തന്റെ ഡൽഹി സന്ദർശനം മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ടല്ല എന്നും ചെന്നിത്തല പറഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്തു, വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ആ ജയിച്ചു കഴിഞ്ഞാൽ മറ്റ്
ജയിച്ചു കഴിയുമ്പോഴാണല്ലോ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയില്ല. എൻ്റെ ഡൽഹി സന്ദർശനം കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതല്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് मान्यवर कई जगह पे ऐसा दिखाई पड़ा, कि विरोध हमारे दृष्टिकोण की जगह हमारे इंप्लीमेंटेशन के तरीके पर है। परंतु मैं इस सदन के माध्यम से देश की जनता के सामने स्पष्ट करना चाहता हूं कि ये जो विरोध है वो इंप्लीमेंटेशन का नहीं है। ये विरोध केवल और केवल महिला आरक्षण का ही विरोध किया। और मान्यवर मैं ये बात को जब बोलता हूं तब मेरी जिम्मेदारी बनती है कि इस सदन को इस बात से मैं कन्विंस करूं कि तरीकों का विरोध नहीं है, बिल के तत्व का, महिलाओं के आरक्षण का विरोध है। मान्यवर, ये 3 विधेयकों में धैर्य रखो भैया, धैर्य रखो, अखिलेश जी समझाओ जरा। मान्यवर, ये 3 बिलों में इसका उद्देश्य मैं स्पष्ट करना चाहता हूं। पहला उद्देश्य है सरकार का और हमारे नेता नरेंद्र मोदी जी का कि महिला सशक्तिकरण करने वाले इस संविधान सुधार को समयबद्ध तरीके से लागू कर 29 का चुनाव महिला आरक्षण के साथ कराया जाए। इसका दूसरा उद्देश्य है एक व्यक्ति एक वोट और एक मूल्य, इस सिद्धांत हमारे लोकतंत्र की नींव में जो हमारी संविधान सभा ने तय किया था, वो सिद्धांत के स्पिरिट को यहां पर लागू किया गया। मान्यवर, ये पूरे सदन में 543 सदस्य बैठते हैं। किसी की सीट में वोटर्स की संख्या 39 लाख है, किसी की 60,000 और ढेर सारी सीटें ऐसी हैं जो 70 के दशक में फ्रीज हो गए, तब से लेकर आज तक इतनी बड़ी हो गई है कि सांसद अपने मतदाता को अपना मुंह भी नहीं दिखा सकता, क्योंकि इतनी बड़ी आबादी को वो कैसे संभाल पाए। मान्यवर, जो मतदाता है उसकी अपेक्षाएं होती है, उनकी समस्याएं होती है और समस्याओं के निराकरण के लिए वो सांसद के पास भी जाना चाहता है, मिलना भी चाहता है। क्या इस सदन में जो विरोध करते हैं उसमें से कोई मुझे समझा सकता है कि जिस सांसद के कॉन्स्टिट्यूएंसी में 39 लाख वोटर हो, वो किस प्रकार से अपनी सांसद की जिम्मेदारी का निर्वहन करेगा? और इसी विषय को दृष्टिगत रखते हुए हमारे संविधान में समय समय पर परिसीमन का प्रावधान किया गया है और परिसीमन के प्रावधान से ही एससी और एसटी जो जिसकी संख्या बढ़ती है उसकी सीटें भी बढ़ने का प्रावधान है। तो एक प्रकार से जो परिसीमन का विरोध कर रहे हैं वो एससी और एसटी सीटों की बढ़ोतरी का विरोध कर रहा है, वो ध्यान में रखें। मान्यवर, संतुलित
समावेशी और व्यवहारिक लोकतांत्रिक ढांचा ये तैयार करना, इसकी जिम्मेदारी संविधान ने सरकार जो अधिकार में होती है उसको दी है। तो अभी ये जिम्मेदारी नरेंद्र मोदी जी की सरकार को दी गई है। उनको पसंद नहीं है, मगर ये तो देश की जनता निर्णय करती है। वो वंश परंपरागत नहीं होता है, वो लोग चुनकर भेजते हैं। संघीय संतुलन बनाने रखना, लोकसभा में जनसंख्या के अनुरूप प्रतिनिधित्व आना और राज्यों की शक्तियों के बीच में भी संतुलन बनाना, ये परिसीमन के उद्देश्य संविधान सभा की चर्चा और हमारे संविधान में परिसीमन का जो जिक्र है उसमें कहे। इसके साथ साथ नए भूगोल, प्रशासनिक वास्तविकताओं और शहरीकरण और रोड, रास्ते, रेल से बढ़ी हुई कनेक्टिविटी और नए जिले, ये सबका संज्ञान परिसीमन में लेना होता है, क्योंकि ये सारी चीजें सांसद को अपनी ड्यूटी का निर्वहन करने के लिए बहुत जरूरी है। मान्यवर, संविधान के अनुच्छेद 81, 82 और 170 इसके अंदर ये सारे सिद्धांतों को समाहित किया गया है और उसी के निर्वहन के लिए नरेंद्र मोदी जी के नेतृत्व में सरकार ये संवैधानिक सुधार लेकर आई। महिला सशक्तिकरण, समान प्रतिनिधित्व और संतुलित संघीय ढांचे का निर्माण करने की जिम्मेदारी के निर्वहन से ही आए। मान्यवर, कई सारे सदस्यों ने अनेक प्रकार की आशंकाएं व्यक्त की। उन्होंने ये कहा कि अभी क्यों लाए, तो मैं ये बताना चाहता हूं कि जो नारी शक्ति वंदन अधिनियम आया उसमें जिक्र है कि 2026 के बाद होने वाली जनगणना के बाद जो परिसीमन होगा उसमें महिलाओं के लिए आरक्षण सुनिश्चित करेगा। अब ये पूछते हैं तो उस वक्त काफी सदस्यों ने पूछा है कि बिल लाते वक्त आपने जिक्र क्यों किया 26 के बाद की जनगणना। मान्यवर, हमने नहीं किया है। 71 में इनकी सरकार थी, इंदिरा जी की सरकार थी, तब इसको फ्रीज कर गई थी और वो फ्रीज के कारण हमें इसका जिक्र करना पड़ा। वो फ्रीज की हुई सीटों की संख्या उठाते हैं तभी ये नारी शक्ति वंदन अधिनियम का इम्प्लीमेंटेशन होता है, इसलिए हम लेकर आए। और 71 से अब तक सीटों की संख्या फ्रीज रही और चलते 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 मैं कुछ सीटों का नाम बोलना चाहता हूं माननीय। मलकाजगिरी, तेलंगाना 48 लाख संख्या मतदाताओं की, बेंगलुरु उत्तर 29 लाख संख्या, बेंगलुरु दक्षिण 29 लाख संख्या, गाजियाबाद जहां से कभी रक्षा मंत्री जी भी सांसद रहे 28 लाख संख्या, उत्तर पश्चिम दिल्ली 27 लाख संख्या। 127 सीटें ऐसी है मान्यवर जिसमें 20 लाख से ज्यादा वोटर से 20 लाख से ज्यादा। अब मुझे कोई बताए भला, जहां 48 लाख वोटर है वो सांसद कैसे 48 लाख मतदाताओं की अपेक्षाओं के साथ अपने आप को मैच करता है? इसकी पूर्ति अरे अखिलेश भाई, एक लेवल की बात चल रही है यार, कहां केंद्रीय विद्यालय कर रहे हो अभी? इसका समय आएगा। मान्यवर, इनकी बात कहने दो तो जरा स्तर मालूम पड़े। अध्यक्ष महोदय, जो आंकड़े बता रहे हैं माननीय मंत्री जी, हम केवल ये जानना चाहते हैं किस सेंसस के आधार पर ये जो आंकड़े बता रहे हैं, क्योंकि जो गाजियाबाद का आंकड़ा बताया जा रहा है वो बहुत कम बताया जा रहा है। आज की परिस्थिति में हो सकता है वो दुगना हो,
मैं यही कह रहा हूं, ये पुराना है, मैं यही कह रहा हूं, अगर डिलिमिटेशन करने दोगे तो नया आ जाएगा और एक की जगह दो सीटें बन जाएगी। मान्यवर, उनको ये भी पता नहीं है कि वो अपने स्टैंड के पक्ष में आर्ग्यूमेंट दे रहे हैं या विपक्ष में दे रहे हैं। मान्यवर, 127 सीटें ऐसी हैं जहां 20 लाख से ज्यादा वोटर। अब इसमें एक व्यक्ति, एक मत और एक मूल्य, इस सिद्धांत का पूर्णतया उल्लंघन होता है। कहीं पर तो 45 लाख मतदाताओं के समूह को एक प्रतिनिधि मिला है और कहीं पर 6 लाख मतदाताओं के समूह को एक प्रतिनिधि मिला है। तो मत का मूल्य जो एक होना चाहिए वो नहीं हुआ है मान्यवर। और मैं विश्वास दिलाता हूं कि डिलिमिटेशन के लिए ये लोग सहयोग कर दे, हमें भरोसा करें और डिलिमिटेशन करने दें तो ये मूल्य एक समान हो जाए। मान्यवर, मैं इसके इतिहास में भी जाना चाहता हूं। सबसे पहले 1972 में तत्कालीन प्रधानमंत्री इंदिरा गांधी जी की सरकार ने परिसीमन विधेयक लाकर सीटों को 525 से बढ़ाकर 545 की और फिर इसको फ्रीज कर दिया। 76 में सत्ता बचाने के लिए इमरजेंसी के काल में 42वें संशोधन द्वारा परिसीमन पर रोक लगा दी। अब इंदिरा जी तो प्रधानमंत्री थी, कानून लाकर रोक लगाई परिसीमन पर। और ये देखिए साहब कितने शक्तिशाली है, विपक्ष में बैठकर परिसीमन पर रोक लगाना चाहते हैं। വനിതാ സംവരണ ബില്ലിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുകയായിരുന്നു. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ശക്തമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ അമിത്ഷാ ഉയർത്തുകയാണ്. പ്രതിപക്ഷം ഈ വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്നത് വനിതകളോടുള്ള എതിർപ്പാണ്. ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം മണ്ഡല പുനർനിർണയമൊക്കെ വരുമ്പോൾ SC/ST സീറ്റുകളൊക്കെ കൂടും. ഇപ്പോൾ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ അവരോടുള്ള അനീതി കൂടിയാണ് എന്നുകൂടി അമിത്ഷാ പറയുകയാണ്. ഇന്ത്യ സഖ്യത്തിന് ശക്തമായ വിമർശനമാണ് അമിത്ഷാ ഇന്ത്യ സഖ്യത്തിനെതിരെ ഉന്നയിച്ചത്. 2029 ആകുമ്പോഴേക്കും ഈ സംവരണം നടപ്പാക്കണം എന്നതാണ് BJP ആഗ്രഹിക്കുന്നതാണ്, കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുകൂടി അമിത്ഷാ പറഞ്ഞു വയ്ക്കുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് UDF-ലെ മുഖ്യമന്ത്രി UDF-ൽ നിന്നാകുമെന്ന ചർച്ച കേൾക്കുമ്പോൾ സന്തോഷമാണ് എന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. AICC ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കും, ആരും അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. മുഖ്യമന്ത്രി UDF-ൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു സംശയമില്ല, ഒരു നവമാധ്യമങ്ങൾക്കും സംശയമില്ല. അല്ല, AICC-ക്ക് ഉള്ള ഒരു രീതിയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ തന്നെ പ്രഗത്ഭരായവരിൽ നിന്ന് ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസ്സിന്, UDF-ന്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ ഒരാളെ AICC പ്രഖ്യാപിക്കും. അതിനകത്തൊരു ചർച്ച വരേണ്ട ആവശ്യമില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അതൃപ്തി വ്യക്തമാക്കി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് UDF-ൽ നടക്കുന്ന ചർച്ചകൾ പുറത്തുവിടുന്നത് ശരിയല്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പൊരിവെയിലത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരെ നിരാശരാക്കുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും PMA സലാം പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം, വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിനൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാക്കേണ്ടത്. പിന്നെ UDF-ന് ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF-ലെ ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ചർച്ച തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. നിലപാട് എവിടെയും വ്യക്തമാക്കുമെന്നും അവസാന നിമിഷം വരെ പാർട്ടിയിൽ
തുടരുമെന്നാണ് നിജേഷ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. അതേസമയം രാജിയെക്കുറിച്ച് DCC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതികരിച്ചില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജി നൽകിയിരിക്കുന്നത്. എലത്തൂർ മണ്ഡലത്തിലേക്ക് നിജേഷ് അരവിന്ദിനെ പരിഗണിച്ചിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ പാർട്ടി ഒഴിവാക്കുകയായിരുന്നു. ബാലുശ്ശേരി മണ്ഡലത്തിന്റെ പ്രചാരണ ചുമതല നൽകാമെന്നായിരുന്നു ആ ഘട്ടത്തിൽ പാർട്ടി നേതൃത്വം നിജേഷിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ബാലുശ്ശേരിയിലും നിജേഷിന് കാര്യമായ ചുമതല നൽകിയില്ല. ഇതിലെല്ലാമുള്ള അതൃപ്തിയാണ് നിജേഷിന്റെ രാജിയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. നേരത്തെ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്ന സമയത്ത് നിജേഷ് അരവിന്ദ് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു. 1000 തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടാലും സീറ്റിനും പദവിക്കും വേണ്ടി മരണം വരെ ഒരാളുടെയും പെട്ടിപിടിക്കില്ലെന്നും ഇന്നത്തേക്കാൾ സജീവമായി ഇവിടെ തന്നെ കാണുമെന്നായിരുന്നു അന്ന് നിജേഷ് അരവിന്ദ് പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ ഉത്തരം കിട്ടിയെന്നും വ്യക്തിപരമായി അതിലും വലിയ തിരിച്ചറിവുകൾ ഉണ്ടായെന്നും നിജേഷ് ആരോപിച്ചിരുന്നു. അതേസമയം താൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നും കോൺഗ്രസുകാരനായി തുടരുമെന്നും നിജേഷ് സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തന മാഫിയയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്ത്. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചതായാണ് റിപ്പോർട്ട്. TCS ഓഫീസിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കാണണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജിയെത്തി. IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ മഹാരാഷ്ട്രയിലെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തന ശ്രമങ്ങളുടെ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ TCSൽ നിരവധി പെൺകുട്ടികൾ മാനസികവും ലൈംഗികവുമായ പീഡനത്തിനിരയായി. കൂടാതെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം നടന്നു. മതപരിവർത്തന സംഘത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇർമാൻ എന്ന മതപ്രഭാഷകനെ വീഡിയോ കോളുകൾ വഴി ഇരകളായ യുവതികൾക്ക് പരിചയപ്പെടുത്തിയതിനും തെളിവുകൾ ലഭിച്ചു. കേസിൽ നിലവിൽ അറസ്റ്റിലായ ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി, റാസ മേമൻ, തൗസീഫ് അത്താർ തുടങ്ങിയവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. അറസ്റ്റിലായവരുടെ പണമിടപാടും ഡിജിറ്റൽ ഉപകരണങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ്. മാനസികവും ലൈംഗികവുമായ പീഡനത്തെക്കുറിച്ച് വനിതാ ജീവനക്കാർ പരാതി നൽകിയതോടെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നാസിക് ശാഖയിൽ നടന്ന പീഡന മതപരിവർത്തന മാഫിയയുടെ പ്രവർത്തനങ്ങൾ പുറത്തുവന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടിതമായ നിർബന്ധിത മതപരിവർത്തനം ഭീകരപ്രവർത്തനമായി കണക്കാക്കി നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയെത്തി. അഭിഭാഷകനായ അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ കോടതി ശക്തമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തുടരുന്നു. പെൺകുട്ടിയെയും ഭർത്താവിനെയും അന്വേഷിച്ചാണ് പോലീസ് സംഘം എത്തിയത്. അതിനിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും കത്ത് അയച്ചിരുന്നു. തങ്ങൾക്കെതിരെ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയും ഭർത്താവും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായും വിവരമുണ്ട്. പെൺകുട്ടിയെ കണ്ടെത്തുന്നതിനായാണ് വനിതാ SI ഉൾപ്പെടുന്ന 5-അംഗ പോലീസ് സംഘം മധ്യപ്രദേശിൽ നിന്നും കൊച്ചിയിലെത്തിയത്. ഇന്നലെ പോലീസ് സംഘം പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. തൃക്കാക്കരയിലും ആലുവ, ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലും മധ്യപ്രദേശ് സംഘം എത്തിയെങ്കിലും പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പെൺകുട്ടിക്കും ഭർത്താവിനും താമസിക്കാൻ സൗകര്യമൊരുക്കിയെന്ന് കരുതുന്ന ഇവരുടെ സുഹൃത്തിനെയും പോലീസ് തിരയുന്നുണ്ട്. പെൺകുട്ടിയെ കണ്ടെത്തുന്നതുവരെ കൊച്ചിയിൽ തന്നെ തുടരാനാണ് മധ്യപ്രദേശ് പോലീസിന്റെ നീക്കം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഫർമാൻ ഖാൻ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുവരും ഹാജരാകണമെന്ന നിർദ്ദേശമാണ് മധ്യപ്രദേശ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ പെൺകുട്ടി സമീപിച്ചിരുന്നു. പോലീസ് നടപടിക്കെതിരെ പെൺകുട്ടി കേരള, മധ്യപ്രദേശ് ഹൈക്കോടതികളെ സമീപിക്കാൻ ഒരുങ്ങുന്നതായും വിവരമുണ്ട്. തങ്ങൾക്കെതിരെ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കാനാണ് നീക്കം. പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഈ മാസം 20 വരെ കോടതി തടഞ്ഞിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കുഴഞ്ഞു വീണതിനെ തുടർന്ന് പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച KSEB താൽക്കാലിക ജീവനക്കാരൻ മരിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ എന്ന ആരോപണത്തിൽ ഉറച്ച ബന്ധുക്കൾ. അത്യാഹിത വിഭാഗത്തിൽ ആവശ്യത്തിന് ജീവനക്കാർ ഉണ്ടായിരുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. KSEB താൽക്കാലിക ജീവനക്കാരനായ അമ്പൂരി സ്വദേശി സന്തോഷ് കുമാർ ജോലിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് വൈകിട്ട് 4:30ഓടെയാണ് പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്.
എന്നാൽ അത്യാഹിത വിഭാഗത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ ഉണ്ടായിരുന്നില്ലെന്നും ഓക്സിജൻ പോലും നൽകിയില്ലെന്നും സുഹൃത്തുക്കൾ പറയുന്നു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണകാരണമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. അവിടുത്തെ ഒരു മെഷീനും വർക്കൊന്നുമല്ല. പക്ഷെ അവർ നല്ല വൃത്തിയായി നോക്കിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന വീഴ്ചയാണ് പണി ചെയ്തുകൊണ്ടിരുന്ന. അവിടെ ഞാൻ കുഴഞ്ഞു വീഴുന്ന ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ച തൊഴിലാളികളെന്ന് പറഞ്ഞ ഇവനിവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും ആരും നൽകിയിട്ടില്ല, ഈ മെഷീനൊന്നും വർക്കല്ല, ഒന്നും അവർ നല്ല വൃത്തിയായി നോക്കിയില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് പരാതി കൊടുത്തത്. അതുപോലെ നിരപരാധിയായ ഞങ്ങൾ ആദിവാസികളായ പാവങ്ങൾ ഇതേപോലെ ഗവൺമെൻറ് ആശുപത്രി കിടന്ന് മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന അവിടെ നെൽസന്മാരെ കൈയെല്ലാം വിറച്ച് നിന്നാണ് തൊഴിലാളികൾ ഇവനെ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയ തൊഴിലാളികൾ പറയുന്നത്. അവിടെ എന്നിട്ട് ഇവരെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ നേരത്ത് അവിടെ ഒരു ആംബുലൻസ് ചോദിച്ചിട്ട് അവർ കൊടുത്തില്ലെന്നാണ് പറയണത്. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവരും ഈയിടയ്ക്ക് മരിച്ചു. ഇനി ഒരു സഹോദരി ഒരു ഇവൻ്റെ ഭാര്യ 3 വയസ്സായ പൊടിക്കൊച്ചാണ് ഇനി വീട്ടിലുള്ളത്. രാത്രി ആശുപത്രിയിൽ നടന്ന നേരിയ സംഘർഷത്തിന് ശേഷം പോലീസ് എത്തിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതികദേഹവുമായി നാട്ടുകാർ അമ്പൂരി ജംഗ്ഷനിൽ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്ത പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രതിയായ പ്രശോഭ് ഭത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് മണ്ണാർക്കാട് SC കോടതി തള്ളിയത്. അതേസമയം പ്രക്ഷോഭ് ഇപ്പോഴും ഒളിവിലാണ്. പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ജോലി വാഗ്ദാനം ചെയ്ത് താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ദളിത് യുവതിയുടെ പരാതിയിലാണ് പ്രശോഭ് മുൻകൂർ ജാമ്യം തേടിയത്. അടച്ചിട്ട കോടതി മുറിയിൽ അതിജീവിതയോട് ജഡ്ജി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഇന്നലെ ഇവരുടെ വൈദ്യപരിശോധന റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് എല്ലാം പരിഗണിച്ചാണ് മണ്ണാർക്കാട് SC/ST കോടതി ജഡ്ജി ജോമോൻ ജോൺ പ്രതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അതിജീവിതയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ കോടതിയിൽ ഹാജരായി. കോടതി ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് 69 വകുപ്പ് BNS പ്രകാരം, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് പ്രതി സർവൈവറെ പീഡിപ്പിച്ചു എന്ന പ്രധാനമായിട്ടുള്ള ആ വകുപ്പിലേക്കാണ് ഈ ജാമ്യാപേക്ഷ നിരസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണം. അത് ആ വകുപ്പ് നിലനിൽക്കുമെന്നും അതോടൊപ്പം തന്നെ 1.5 വർഷക്കാലമായി പ്രതിയും സർവൈവറും തമ്മിൽ പരിചയമുണ്ട്, നീണ്ട കാലമായിട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് സർവൈവറുടെ കാസ്റ്റിനെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ട്. അതുകൊണ്ട് ജാതി എന്നത് ഏതാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് പെട്ട ആളാണ് പിന്നെ സർവൈവർ എന്ന് നല്ല ബോധ്യം പ്രതിക്കുണ്ട്. അതോടൊപ്പം തന്നെ 69 BNS എന്ന വകുപ്പ് നിൽക്കും. ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രക്ഷോഭിനെതിരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തത്. പീഡനത്തിന് പുറമെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പും ചുമത്തിയിരുന്നു. സംഭവത്തിന് ശേഷം പ്രക്ഷോഭ് ഒളിവിലാണ്. പ്രക്ഷോഭിന്റെ വീട്ടിലുൾപ്പെടെ പോലീസ് പരിശോധന നടത്തി. പ്രക്ഷോഭിനെ ഉടൻ പിടികൂടണമെന്ന് BJP ആവശ്യപ്പെട്ടു. ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രക്ഷോഭിനെ പുറത്താക്കിയിരുന്നു. അമൃത ന്യൂസ്, പാലക്കാട്.